കളരിപ്പയറ്റ് എന്ന് പറയുമ്പോൾ അത് ശക്തിയുടെയും അതുപോലെ തന്നെ സൂക്ഷ്മതയുടെയും കൂടി കലയാണ്. പല ഗുരുക്കന്മാരും ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും പയറ്റാറുണ്ട്. അങ്ങനെ ചില അപൂർവ തന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മളിത് പറയണത്. ഇപ്പോൾ ഒരു വളരെ ശക്തിമാനായ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ ചില കൺസെപ്റ്റുകളുണ്ട്. അതിന് അവർ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ്. തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ടെക്നിക്ക് എന്നുള്ള അവസ്ഥയിലേക്ക് വരരുത്. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിന്ന് ശരിക്കും ഇതിൽ പരീക്ഷിക്കുക. ഞാൻ ഡോക്ടർ ഹരീഷ് ബക്ര, പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ പ്രാക്ടീസുകൾ എങ്ങനെയൊക്കെയാണ്, അപൂർവമായി അടച്ച് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രഹസ്യങ്ങളിലേക്ക് നേരെ. ഇപ്പം ചെയ്തത് ഒരു കാരണവശാലും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യരുത്. കാരണം കുറച്ച് കാലത്തെ പ്രാക്ടീസ് കൊണ്ടാണ് അത് ആക്കിയെടുക്കുന്നത്. സ്കിന്ന് ടച്ച് ചെയ്യാതെയാണ് അത് മുറിച്ചെടുത്ത് പറ്റില്ല. എന്തിനാണ് യഥാർത്ഥത്തിൽ കളരിപ്പയറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാൾവലി എന്ന് പറഞ്ഞിട്ട്. വാൾവലി എന്ന് പറയുമ്പോൾ സ്കിന്നിൽ ടച്ച് ചെയ്താണ് വലിക്കുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ ശരീരം മുറിയാൻ പാടില്ല. അത് പ്രാക്ടീസ് കൊടുക്കുന്നത് ഇതുപോലെ വെറ്റില വെച്ചതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ ശരീരത്തിൽ വാളുകൊണ്ട് മുറിച്ചിട്ടാണ് വാൾവലി ചെയ്യേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രാക്ടീസുകളിൽ പലതും വാൾവലിയായിട്ട് പഠിപ്പിക്കുമെങ്കിലും ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ല. എന്തിനാണ് വാൾവലിൻ്റെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് നമ്മുടെ സ്കിന്നിൽ നമുക്ക് ടച്ച് ചെയ്യാതെ എത്രമാത്രം ഡെപ്താണ് സ്കിന്ന് നിൽക്കുന്നതെന്നും അതിൽ മറ്റൊന്നും കൊള്ളാതെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, വാള് വലുക്കുമ്പോൾ നമുക്ക് എത്ര ക്ലോസ്ഡ് ആയിട്ടുള്ള അടുത്ത് വരുന്ന അറ്റാക്കുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ അത് ആദ്യം നമ്മൾ ഈ എണ്ണതേപ്പ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കില്ല ക്ലാസ്സുകളിൽ. നമ്മൾ കളരി എടുക്കുന്ന സമയത്ത് എണ്ണതേപ്പ്, നമ്മൾ എണ്ണ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തേക്കുന്നൊരു മെത്തേഡുണ്ട്. ഈ മെത്തേഡിലൊക്കെ തന്നെയാണ് ഇതിങ്ങനെ കയറി വരുന്നതൊക്കെ തന്നെ. അപ്പോൾ എണ്ണതേപ്പ് പഠിപ്പിക്കുമ്പോൾ കൈയുടെ വശങ്ങൾ എങ്ങനെയാണോ വരുന്നത് അതാണ് പിന്നീട് തൊഴുകൈ പ്രയോഗത്തിൽ പലതായിട്ടും വരുന്നത്. നമ്മൾ നിൽക്കുന്ന ചില പൊസിഷനുകൾ, നമ്മൾ ക്ഷമ പറയുന്ന പൊസിഷനുകൾ, ഇവിടെ നിന്ന് ഏതിനകത്തുനിന്ന് എങ്ങനെ വരാനുമുള്ള ഒരു സംവിധാനം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുക. ഇങ്ങനെ കളരി അതിൻ്റെ ആ ഒരു നല്ല ഇത് പോവാതെ ചോരാതെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. ഇതിപ്പോഴേ നമ്മളിപ്പോൾ ഒരു കല്യാണം നടക്കുന്നു, 2025 അതാണ് നമ്മുടെ ഈ ഇയർ. ഇതിലൊരു കല്യാണം നടക്കുമ്പോൾ നമ്മൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പൊതുവിൽ. അതുകൊണ്ട് നമുക്ക് വലിയ റോളൊന്നുമില്ല. എന്നാൽ ഒരു 25 വർഷം മുന്നെയൊക്കെ കല്യാണങ്ങൾ നടക്കുന്ന തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ കൂടിയിട്ട് നടത്തുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കളരി അഭ്യാസിയൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മളൊരു തേങ്ങയൊക്കെ എടുത്ത് ഒന്ന് വെട്ടിപ്പൊട്ടിച്ച്, ഒരു 10-15 തേങ്ങയൊക്കെ വെട്ടിപ്പൊട്ടിക്കുമ്പോൾ ആശാനൊരു പേരാകും, ശിഷ്യന്മാർക്ക് അതൊരു കാഴ്ചയാവും. അങ്ങനെ കുറച്ചേറെ പരിപാടികൾ പണ്ട് കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കരുത്ത് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ്. തേങ്ങ വെട്ടിപ്പൊട്ടിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ ചെന്ന്, ഇപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ നമ്മളൊരു കടയിൽ ചെന്ന് നമ്മളൊരു ആപ്പിൾ വാങ്ങിയെന്ന് കൂട്ടിയാട്ടെ. ഈ ആപ്പിൾ വാങ്ങണ സമയത്ത് ആ ആപ്പിളിനെ ഒരു ആയുധവും ഇല്ലാതെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അതൊരു ട്രിക്കാണ്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്കത് ഇതൊക്കെ രസകരമായ ചില കാര്യങ്ങളാണ്, അഭ്യാസത്തിലെ കരുത്തുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എള്ള് പിഴിഞ്ഞ് എണ്ണ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാമേ. ഇപ്പം നമുക്ക് ഒരു ആപ്പിൾ ഒന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണ്. ആപ്പിൾ കണ്ടോ നിങ്ങളെ? ഈ ആപ്പിൾ നമുക്ക് മുറിക്കുന്നതിനൊരു ടെക്നിക്ക് ഉണ്ട്. അത് കൈകൊണ്ടാണ്, അല്ലാതെ നമുക്ക് ഒരിക്കലും എന്തല്ല ആയുധം വെച്ചിട്ടല്ല. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൈകൾ ഇങ്ങനെ പിടിക്കണം. മനസ്സിലായോ? നമ്മളിപ്പം ഇങ്ങനെ പറയില്ലേ, ആ രീതിയിൽ പിടിച്ചിട്ട് മാത്രമാണ് മുറിക്കേണ്ടി വരിക. അപ്പം നോക്കുക. അപ്പോൾ ഇങ്ങനെ ആപ്പിൾ നമ്മൾ പിടിക്കുന്നത് കണ്ടോ? ഓക്കെ, ക്ലിയർ? എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുക ഇതിനകത്ത് ഫിംഗർ കണ്ടോ? എന്നിട്ട് നമ്മൾ ഇത് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ? അപ്പോൾ നമ്മളൊരു പ്രദർശനത്തിനൊക്കെ പോകുമ്പോൾ വെറുതെ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ, ശിഷ്യന്മാർക്ക് കൊടുത്താൽ ഉഗ്രനായിരിക്കില്ല. അപ്പോൾ നമ്മുടെ കൈയുടെ കരുത്ത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ പലതും കൂടി ചേരുന്നതാണ് കളരിപ്പയറ്റിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അത് വലിയൊരു സംസ്കാരമാണ്, വലിയൊരു ചരിത്രമാണ്. ഇപ്പോൾ ചരിത്രം സൃഷ്ടിക്കുന്നത് ലെജൻസാണ്. ഇപ്പോൾ പഴയ നമ്മുടെ ലെജൻസ്
എങ്ങനെയാണ് പലതരത്തിൽ ചരിത്രം സൃഷ്ടിച്ചിരുന്ന ഒരു ചെറിയ പതിപ്പാണ് നമ്മളിന്ന് കാണിച്ചത്. അപ്പോൾ കളരിപ്പയറ്റ് എന്ന് പറഞ്ഞ കളരികളിൽ ഒതുങ്ങാതെ അതിനപ്പുറത്തേക്ക് വിണ്ണിൽ നിന്ന് വാനത്തിലേക്കുള്ളൊരു യാത്രയായി തീരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കൈക്കരുത്ത് കാണിക്കാൻ പണ്ട് ആൾക്കാർ അടി ഒഴിവാക്കാൻ ചെയ്ത ഈ എള്ളിനെ സ്വന്തം കൈകൊണ്ട് പിഴിഞ്ഞ് എണ്ണയാക്കിയ ഒരാശാനുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന വിദ്യയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ വിടുന്നത്. എന്തായാലും അതിനുവേണ്ടി 1 വീക്ക് വെയിറ്റ് ചെയ്യും കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.